ബാഹുബലിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ രാജമൗലിയുടെ അടുത്തൊരു ബാഹുബലി ഉണ്ടല്ലോ. പിന്നെ ഇവന്മാരായിട്ട് എന്തിനാ ഈ ബാഹുബലിയായിട്ട് ഈമാൻ എടുത്ത് വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് തന്നെയല്ലേ ബാഹുബലിയുടെ കഥ എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയ്ക്കും എതിരെ ആക്രമണം വരുന്നു, അച്ഛനെയും അമ്മയും കൊല്ലുന്നു, അല്ലെങ്കിൽ തടവറയാക്കുന്നു, എന്നിട്ട് നായകനെ വേറൊരു ഇടത്തേക്ക് എസ്കേപ്പ് ചെയ്യിക്കുന്നു. ഇതിനകത്ത് ഇടയിൽ കുറെ ക്യാരക്ടേഴ്സൊക്കെ മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ നായകൻ കൊച്ചിലെ നാട് വിട്ടു പോകുന്നു, വലുതായി കഴിയുമ്പോൾ നാട്ടിലെ ഓർമ്മകളൊക്കെ ആയിട്ട് നായകൻ തിരിച്ചു വരുന്നു, എന്നിട്ട് തടവിലാക്കപ്പെട്ട അച്ഛനും അമ്മയും രക്ഷിക്കുന്നു, എന്നിട്ട് രാജാവാകുന്നു. ഇത് തന്നെയാണ് ഹീമാന്റെ കഥ. എടാ, ഞാൻ കൊച്ചിലെ കണ്ട ഹീമാൻ ഇതൊന്നും അല്ലടാ. ഈ നമ്മൾ ACVയിൽ ഞാൻ ഈ ഹീമാൻ കണ്ടിട്ടുള്ളത് ACVയിൽ, പണ്ട് ACVയിൽ എൻ്റെ കൊച്ചിൽ എനിക്ക് ഭയങ്കര ചെറിയ ഓർമ്മയാണുള്ളത്. എനിക്ക് കൊച്ചിലാണ് ഞാൻ ഈ കാണുന്നത് ഈ സാധനം. ചെറിയ ഓർമ്മയുള്ളൂ, പക്ഷെ എന്നാലും ആ വാളെടുത്ത് പൊക്കുന്നതും ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഹീമാനായി മാറുന്ന ആ ട്രാൻസ്ഫോർമേഷനും, അതുപോലെ സ്കെലറ്റോറിന്റെ ആ ഒരു ഒരു ടെററായിട്ടുള്ള സാധനം. സ്കെലറ്റോർ വന്ന് തമാശയായി പോകും അവസാനം ഈ കാർട്ടൂണിൽ. ഹീമാനെ ജയിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് കാണാൻ പോയി ട്രാൻസ്ഫോർമേഷൻ ഇതൊന്നും അല്ല. മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഞാനിത് ഹൈപ്പായിട്ട് കാണാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമുന്തനാണ് ഇതിനകത്ത് സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മലയാളം വെർഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടു നോക്കി. അപ്പോൾ ഈ മലയാളം വെർഷൻ കൊള്ളാം, നല്ല രീതിയിൽ ഡബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും. ഈ ഞാൻ പറയുന്നതൊക്കെ എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടം തന്നെയാണ് ഇത്, അല്ലാതെ എൻജോയ് ചെയ്യാതിരിക്കാനൊന്നും പറ്റുന്നില്ല. നല്ലൊരു മൂവിയാണ്, എൻഗേജിങ് ആയിട്ട് എടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ ആ ഹീമാൻ എന്ന് പറഞ്ഞുള്ള കൊച്ചിലുള്ള ആ സാധനത്തിന്റെ ഒരു മെമ്മറി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്ര വർക്കൗട്ട് ആയില്ല. എൻഗേജിങ് ആണ്, നല്ല പടമൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് വർക്കൗട്ട് ആയില്ല. എസ്പെഷ്യലി പറയാനാണെങ്കിൽ ഇതിനകത്ത് ഈ ഹീമാൻ ഒരു ഒരു പുലിയുണ്ട്, കടുവ. ആ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനിമേഷൻ നമ്മുടെ അനിമേറ്റഡ് സീരീസിനകത്ത് ഈ കടുവയാണെങ്കിൽ ഒരു പൂച്ചയെ പോലെ ഭയങ്കര പാവാ. ഈ ശക്തി ഇങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതങ്ങ് കയറി അങ്ങ് മാറും. ഇതിന് പ്രത്യേക ആർമേഡ് ഇതെന്താ പറയുക, ഒരു സ്യൂട്ടൊക്കെ വന്നിട്ട് അതിന്റെ പുറത്തിരുന്ന ഹീമാൻ പോകുന്നതൊക്കെ. എടാ, ഇതൊക്കെ ഇതിനകത്ത് അതൊക്കെ കാണിച്ചിട്ടില്ല. ഇതൊക്കെ എന്താ പറയുക, ഇതിനകത്ത് അതൊക്കെ അങ്ങ് വന്നിട്ട് ജസ്റ്റ് വേഗമായിട്ട് അങ്ങ് പോകുന്നേ ഉള്ളൂ. ആ ഒരു കടുവയുടെ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഇല്ല. പിന്നെ ഒരു ചെറിയൊരു സാധനമുണ്ട്, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ സാധനമാണ് ഒരു സ്റ്റോറി ടെല്ലിങ് പോലെ വന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഇങ്ങനെ ലെവിറ്റേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു സാധനമുണ്ട്. ആ സാധനമാണ് ഇത് വന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അതൊന്നും ഇതിനകത്തില്ല. അതിനകത്ത് ലാസ്റ്റ് ജസ്റ്റ് പേരിന് വേണ്ടി കാണിച്ചിട്ട് പോകുന്നല്ല, അതൊന്നുമില്ല. പിന്നെ പറയാനാണെങ്കിൽ മെയിനായിട്ട് സ്കെലറ്റോർ. എടാ, ജെറഡ് ലീറ്റോ ആണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഞെട്ടിപ്പോയി. ഇനി അത് നോക്കണം, ജെറഡ് ലീറ്റോ ആണോ ആ മേക്കപ്പ് ഇട്ട് വന്നിരിക്കുന്നത്. ഇത് പക്ഷേ CG ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും സ്കെലറ്റോർ ഭയങ്കര ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉള്ള ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ. കാര്യം പഴയ 70s 80s എങ്ങാണ്ട് ഈ ഹീമാൻ്റെ ഒരു ലൈവ് അഡാപ്റ്റേഷൻ ഒരു മൂവി എടുത്തിട്ടുണ്ട്, അതും ശുദ്ധ ബോറാ. അത് കുറെ എന്താ പറയാ, നമ്മുടെ സ്റ്റാവാസും ഇതൊക്കെ വന്നിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാധനം. അതിനുമാതിരി ശോകപ്പെടാം. ഞാൻ കുറച്ചിരുന്ന് കണ്ടു നോക്കിയപ്പോഴും എനിക്ക് മതിയായിപ്പോയി. അപ്പൊ അതിനകത്ത് സ്കെലറ്റോറിനെ കാണണം, എൻ്റെ അമ്മ ഒരുമാതിരി മൈദമാവ് കുഴച്ചൊട്ടിച്ച് വെച്ച പോലത്തെ സ്കെലറ്റോറൊക്കെ ആയിരുന്നു. ഇതിനകത്ത് അങ്ങനെയല്ല. സ്കെലറ്റോറിന്റെ സൗണ്ട് ആണെങ്കിൽ എസ്പെഷ്യലി മലയാളത്തിലെ സൗണ്ട് ഡബിങ്, ആ സ്കെലറ്റോറിന്റെ സൗണ്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്കെലറ്റോറിന്റെ ഒരു ചിരിയുണ്ട്, എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഐക്കോണിക് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതൊക്കെ ഇതിനകത്ത് പക്കയായിട്ട് ബോറടിപ്പിക്കാതെ നല്ല രീതി. ഇതൊക്കെ ഭയങ്കര ട്രോൾ മേടിക്കേണ്ട ഒരു എന്താ പറയുക, കളിയാക്കപ്പെടേണ്ട ആയി പോകേണ്ട സാധനമാണ് ഒരു മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ. പക്ഷെ ഇതിലങ്ങനെ പോയിട്ടില്ല. നല്ല രീതിയിൽ മലയാളം ഡബ്, ഞാൻ എസ്പെഷ്യലി മലയാളം ഡബ് കാണുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ദുരന്തറിനകത്ത് മലയാളം ഡബ് ചെയ്തപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ മലയാളം ഡബിങ് ആർട്ടിസ്റ്റ്, മലയാളം ആ ഡബിങ് ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ മലയാളം തന്നെ എടുത്തത്. പോരാത്തിന് ഇതിനകത്ത് ലീഡ് ക്യാരക്ടറിൻ്റെ ഹീമാൻ്റെ ഇത് സൗണ്ട് എടുത്തിരിക്കുന്ന ഉണ്ണിമൂന്തനാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഭയങ്കര രസമുണ്ട്. പിന്നെന്താ പറയുക, നല്ല പടം. സ്കെലറ്റോറിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജെറഡ് ലീറ്റോ പൊളിച്ചു. എനിക്ക് ജെറഡ് ലീറ്റോ ഭയങ്കര ഇഷ്ടമാണ്. ജെറഡ് ലീറ്റോയുടെ മറ്റേ കുറെ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ജോക്കറായിട്ടൊക്കെ അഭിനയിച്ച ആള് ശോകമാക്കി. നമ്മുടെ സൂയിസൈഡ് സ്ക്വാഡില് ഫസ്റ്റില് ജോക്കറായിട്ട് അഭിനയിച്ച എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ആള് വേറെ കുറെ സിനിമയിൽ ഇപ്പോൾ മോബിയസ് അത് ഞാൻ കണ്ടുപോലുമില്ല. ഒരു മാർവലിന്റെ ഏതൊരു പടമുണ്ട്, അതിന്റെ ഒരു ഇത് എടുത്ത് കുളവാക്കി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഒരുപാട് ട്രോളായെന്നൊക്കെ അറിഞ്ഞത്. അത് ഞാൻ കണ്ടില്ല. പക്ഷെ ആള് നമ്മുടെ ഡള്ളാസ് ബയേഴ്സ് ക്ലബ്ബ് അങ്ങനെയുള്ള പടത്തിനകത്തൊക്കെ
ഒരു ട്രാൻസ്ഫോമനായിട്ട് അഭിനയിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ജെറഡ് ലീറ്റോ. അതിനകത്തൊക്കെ ഭയങ്കര രീതിയിൽ ആള് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയോ മൂവീസ് ഉണ്ട്, എനിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷെ ജെറഡ് ലീറ്റോ അന്യായ പെർഫോമൻസ് ആണ്. ജെറഡ് ലീറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നടനാണ്. അയാളാണ് ഇതിനകത്ത് സ്കെലിറ്റർ അഭിനയിച്ചിരിക്കുന്നത്. അതിൻ്റെ സൗണ്ട് കൊടുത്തതായിരിക്കാം, ചിലപ്പോൾ മേക്കപ്പ് ഇട്ടതായിരിക്കാം, ഞാൻ അത് നോക്കണം. പക്ഷെ ജെറഡ് ലീറ്റോ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എൻ ക്രെഡിറ്റ്സിൽ ഞാൻ വായിച്ചു. അത് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ജെറഡ് ലീറ്റോ ആണ് അതെന്ന് അറിഞ്ഞത്. പിന്നെ ഓവറോൾ കൊള്ളാം. മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് കൊള്ളാം. ഹീമാൻ കൊള്ളാം, നല്ല പടം. പക്ഷേ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സിൽ ഹീമാൻ മാത്രമല്ല, കുറേ സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിനകത്ത് നല്ല രീതിയിൽ ആ സൈഡ് ക്യാരക്ടേഴ്സിനൊന്നും അങ്ങ് വേണ്ട രീതിയിൽ ലൈവ് അഡാപ്റ്റേഷൻ നല്ല രീതിയിൽ കൊടുത്തിട്ടില്ല. ഇപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു സോൾജിയർ ആയിട്ടൊരു പുള്ളിക്കാരനുണ്ട്. ആളുടെ മെയിൻ എന്താ പറയുക, ഒരു പവർ കാണിക്കുന്ന സാധനമൊന്നുമില്ല. ചെറിയൊരു സാധനം, എന്താ പറയുക, ഒരു എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു സാധനം മാത്രം കാണിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയ ക്യാരക്ടറൊന്നുമില്ല. ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമായിരിക്കാം, അങ്ങനെ നല്ലത്. പക്ഷെ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹീമാൻ ഈ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് ലൈവ് അഡാപ്റ്റേഷൻ ആണെങ്കിലും ഇനിയിപ്പോൾ അനിമേറ്റഡ് ആണെങ്കിലും എന്താണെങ്കിലും പഴയ പോലെ സീരീസ് വരണം. സീരീസ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു എന്താ പറയുക ഫ്രാഞ്ചൈസ് ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ്. ഇപ്പോൾ കൊളോക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എനിക്ക് തോന്നിയത് ഭയങ്കര രീതിയിൽ ബാഹുബലിയുടെ ഒരു 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 എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസ് അവിടെ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയും. ബാഹുബലി, ഹീമാൻ.